F1 സിനിമയെക്കുറിച്ച് ഒറ്റൊരു വാക്ക് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാൻ പറ്റുള്ളൂ. അത് മറ്റൊന്നുമല്ല, ഇറ്റ്സ് മാവറിക്. സോ എന്തുകൊണ്ട് മാവറിക്? മറ്റൊന്നുമല്ല, F1 മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ജോസഫ് ക്രിസിൻസ്കി തന്നെയാണ്. ആൻഡ് ജോസഫ് ക്രിസിൻസ്കി തന്നെയാണ്, യു ഗെസ്ഡ് ഇറ്റ്, ടോപ്പ് ഗൺ മാവറിക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. എന്താണോ ടോപ്പ് ഗൺ മാവറിക് ടോം ക്രൂസിന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതേ സെയിം കാര്യം തന്നെയാണ് F1 സിനിമ ബ്രാഡ് പിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിനും ചെയ്ത് കൊടുത്തിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൊണ്ട് ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ റിവ്യൂ കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ നേരെ പോയി ടിക്കറ്റ് എടുത്ത് ഈ ഒരു സിനിമ കാണ്. കിഡിലനായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു സിനിമ തന്നിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് നിങ്ങൾക്കും അത് തന്നെ ലഭിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. കാരണം അത്രയും കിഡിലനായിട്ട് ടോപ്പ് ഗൺ മാവറിക്ക് നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആ ഒരു സെയിം സാധനം തന്നെയാണ് നമുക്ക് F1 സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അതിന്റെ ഡയറക്ഷൻ ജോസഫ് ക്രിസൻസ്കി വളരെ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ഈ സിനിമയുടെ കഥയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വേറൊന്നുമല്ല, ബ്രാഡ് പിറ്റ് റിട്ടയർമെന്റിന് ശേഷം പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ട് ഒരു മെന്റർ എന്നുള്ള ഒരു റോളിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം സെയിം പ്ലോട്ട് ടോപ്പ് ഗൺ മാവറിക്കിനകത്ത് നമ്മൾ ടോം ക്രൂസ് ചെയ്ത് എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഏകദേശം അതേ ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് എടുത്ത് പറയേണ്ട ഇതിനകത്ത് ബ്രാഡ് പിറ്റിന്റെയും അതുകൂടാതെ തന്നെ JPയുടെയും ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണ്. ആൻഡ് ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ജസ്റ്റ് ഒരു രണ്ട് ക്യാരക്ടേഴ്സ് എന്നുള്ളൊരു കാര്യമല്ല, അത് പല ലേയേഴ്സ് ആയിട്ട് ഇവർക്ക് കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ്, ഒരു വെറ്ററൻ ആയിട്ടുള്ളൊരു ഫോർമുല 1 റേസറും അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ പുതിയൊരു കിഡിലനായിട്ടുള്ളൊരു F1 റേസറും കൂടി വരുമ്പോഴത്തേക്കും അവരുടെ പെർസ്പെക്റ്റീവിയുടെ വ്യത്യാസം എന്താണ്. അതായത് നമ്മൾ ഇത്രയും വിചാരിച്ചാൽ മതി, ഒരു ജെൻസി കിഡ് ഒരു പഴയ ഒരു മിലേനിയൽ ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കണേ, ആ ഒരു കാര്യം തന്നെ അവർ ഇതിനകത്ത് സൂപ്പറായിട്ട് തന്നെ ആ ഒരു ഡ്രാമ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അത് ഈ ഒരു സിനിമയുടെ വളരെ കിഡിലനായിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ പ്രത്യേകത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടാൽ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള റേസിംഗ് തന്നെയാണ്. ആൻഡ് ആ ഒരു റേസിംഗ് എങ്ങനെയാണോ നമ്മൾ ആക്ച്വലി ടോപ്പ് ഗൺ മാവറിക്കിനകത്ത് ആ ഒരു ജെറ്റ് പോകുമ്പോഴത്തേക്കും ടോം ക്രൂസിന്റെ ആ ഒരു കോക്പിറ്റ് വ്യൂവിനകത്ത് നമ്മൾ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്, ഏകദേശം അതേ ഒരു സെയിം ആക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ആ ഒരു ഫോർമുല 1 റേസിംഗ് കാർ ഓടിക്കുമ്പോഴത്തേക്ക് അതിന്റെ കോക്പിറ്റ് വ്യൂ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അതാ ഞാൻ പറയും, ഇത് ആക്ച്വലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. 4DX കാണാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആസ് എ ഒരു ഓഡിയൻസ് നമ്മൾ ഈ ഒരു അതായത് റേസിംഗ് കാണാൻ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി ഉപരി നമ്മൾ ആ ഒരു റേസറിന് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു അഡ്രലൈന് ഈ ഒരു സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ സിനിമയുടെ വിഷ്വൽ എഫക്ട്സും CGയും. എന്താണ് ടോപ്പ് ഗൺ മാവറിക് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനകത്തും വിഷ്വൽ എഫക്ട്സും CGയിലും എന്തും അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. അതായത് ഈ ഒരു റേസ് ട്രാക്സ്, അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറ്റും. ആൻഡ് ഓരോ റേസും ഓരോ കിഡിലനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. അതായത് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഫുൾ സെറ്റപ്പ് സ്റ്റിയറിംഗ് വീലൊക്കെ വെച്ച് നമ്മൾ ഇതേപോലത്തെ റേസിംഗ് ഗെയിമൊക്കെ നമ്മൾ കളിക്കില്ലേ, NFS, ഫോർസ, ഇതേപോലത്തെ ഗെയിംസ്, ഫോർസ മോട്ടോർ സ്പോർട്ട് സ്പെസിഫിക്കലി എനിക്ക് പറയാൻ പറ്റും. ആൻഡ് അതേപോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് അത് കിഡിലനായിട്ടുള്ള അതിൻ്റെ സിനിമോട്ടോഗ്രാഫിയും അത് ആവിഷ്കരിച്ചേക്കുന്നത്, അതിൻ്റെ ഡയറക്ഷനും ജോസഫിന് സൂപ്പർ ആയിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയറക്ടറിനെ ആണെങ്കിലും അതുകൂടാതെ ഇതിനകത്തുള്ള കാസ്റ്റുള്ള ആൾക്കാരെ ആണെങ്കിലും എത്ര പുകഴ്ത്തിയാലും മതിയാകില്ല. കാരണം അത്രയും കിഡിലനായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ബ്രാഡ് പിറ്റിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു ലെജൻഡറി ആയിട്ടുള്ള ആക്ടർ തന്നെയാണ്. എനിക്ക് പുള്ളിക്കാരൻ്റെ ഫൈറ്റ് ക്ലബ്ബ് പോലെ തന്നെ ഞാൻ പുള്ളിക്കാരൻ്റെ ഫാൻ ആയിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് ഇപ്പം നമുക്കറിയാം ബ്രാഡ് പിറ്റിന് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും ഓരോ വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് പുള്ളിക്കാരൻ എപ്പോഴും ചെയ്യാറുള്ളത്. അതേ ഒരു സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്തായിരിക്കണം കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഒരു റേസറിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള റേസറിൽ നിന്ന് കാണാൻ കഴിയുന്ന, എങ്ങനെയാണ് പുള്ളിക്കാരൻ ആ ഒരു ട്രാക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു ട്രാക്കിനെ പുള്ളിക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ആ പെർസ്പെക്റ്റീവ് എന്താണ്, അതെല്ലാം ഈ ഒരു സിനിമയ്ക്കകത്ത് സൂപ്പറായിട്ട് തന്നെ ബ്രാഡ് പിറ്റ് ആസ് എ ഒരു ആക്ടർ പുള്ളിക്കാരൻ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് പുള്ളിക്കാരൻ്റെ ആക്ടിങ് ആണെങ്കിലും ഭയങ്കര ലെജൻഡറി തന്നെയാണ്. പിന്നെ സിനിമയുടെ മൊത്തത്തോടെ ഡ്യൂറേഷനിലേക്ക് നമ്മൾ
നമ്മൾ നോക്കണേ 2.5 മണിക്കൂറിൻ്റെ സിനിമ തന്നെയാണ്. പക്ഷേ ഈ ഒരു 2.5 മണിക്കൂർ നിങ്ങൾ ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾ ഒരു മിനിറ്റ് പോലും ഇത് ലാഗ് അടിപ്പിക്കില്ല. കാരണം അത്രയും ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അതേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്പോർട്സ് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു F1 കാറൊക്കെ എടുത്ത് ഓടിച്ച് നോക്കിയാലോ എന്തോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകാനൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം അത്രയും കിടിലനായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും കിടിലനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒരു വ്യൂവേഴ്സ് തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് കൂടി തന്നെയാണ് ഈ ഒരു ഡയറക്ടറിന് നമുക്ക് ഓരോരുത്തർക്കും തരാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. സോ ഞാൻ ഇത്രയും നിങ്ങളോട് പറയുള്ളൂ, F1 സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടമുള്ളൂ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളൂ, എൻ്റെ ഒപ്പീനിയൻ. അതുകൊണ്ടാണ് നമ്മുടെ ഈ സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 9/10. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് കാർ റേസിംഗ് ഫിലിം ഏതാണ്, അതർ ദാൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ട ബ്രാഡ് പിറ്റിന്റെ സിനിമ ഏതാണെന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്, അതർ ദാൻ ഫൈറ്റ് ക്ലബ്. സോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.